വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച ഷൈൻ ടോം ചാക്കോയെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം പരിശോധിക്കും. ഷൈനിന്റെ മാതാവിനെയും സഹോദരനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് മക്കളെത്തിയ ശേഷമായിരിക്കും സംസ്കാരം സംബന്ധിച്ച തീരുമാനം. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ഷൈൻ ടോം ചാക്കോയുടെ പരിക്ക് സാരമായ പരിക്കാണോ? ചികിത്സ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ്? സുജയ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോയെയും മറ്റ് കുടുംബാംഗങ്ങളെയും പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്ക് മുമ്പിലാണ്. ഇന്നലെ രാത്രി ഏകദേശം 10:30 ഷൈൻ ടോം ചാക്കോയെ ഇവിടെ എത്തിച്ചത്. കൈക്ക് കാര്യമായ ഒരു പരിക്കുണ്ട്. അതിനും അപ്പുറത്തേക്ക് മറ്റു രീതിയിലേക്ക് ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ പരിക്കുകളില്ല എന്നാണിപ്പോൾ, ഗൗരവമായ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഡോക്ടർമാരുടെ സംഘം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും സഹോദരനെയും ഇവിടെ തന്നെയുണ്ട്. അതേസമയം മരിച്ച ചാക്കോയുടെ മൃതദേഹം ഇപ്പോൾ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 2 മക്കൾ വിദേശത്തുണ്ട്. അവർ ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ എത്തിച്ചേരൂ. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ, ആ രീതിയിലുള്ള ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ സ്വാഭാവികമായും ഇരുവർക്കും, അതായത് ഷൈൻ ടോം ചാക്കോയ്ക്കും ഷൈൻ ടോം ചാക്കോയുടെ മാതാവിനും നീണ്ട രീതിയിലുള്ള വിശ്രമം ആവശ്യം വേണ്ടിവരും. ശരീരം അനങ്ങാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ പരിശോധന ആദ്യം പൂർത്തിയാക്കണം. അതിനുശേഷം ശസ്ത്രക്രിയ സംബന്ധിച്ച് തീരുമാനമെടുക്കും. എന്നാൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ ശസ്ത്രക്രിയ വേണ്ടൂ എന്നുള്ള നിലപാട് ആ തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാരാണ്. അത് ഡോക്ടർമാരുടെ പരിശോധന പൂർത്തിയാകണം. ഏതായാലും നാളെയോ മറ്റന്നാളോ ചാക്കോയുടെ മൃതദേഹം സംസ്കരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ ആശുപത്രിയിലെ ആണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയും മറ്റു കുടുംബാംഗങ്ങളും ഉള്ളത്. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഷൈനും അമ്മയും സഹോദരനും ചികിത്സയിലാണ്. മറ്റ് മക്കൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ദാരുണമായ സംഭവമായി പോയി അപകടം ആ കുടുംബത്തെ ആകെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നലത്തെ ദിവസം.